ഒന്നാം ട്രാക്കിൽ മേപ്പാടം, രണ്ടാം ട്രാക്കിൽ തലവടി, മൂന്നാം ട്രാക്കിൽ ചമ്പക്കുളം, നാലാം ട്രാക്കിൽ SKN പായിപ്പാട്. SKN ഇതിൽ മേപ്പാടം പുതിയ വള്ളമാണ്. രണ്ടാം ലൂസേഴ്സ് തുടങ്ങി. തുടക്കത്തിൽ ആനാരിയുടെ കുതിപ്പ്. രണ്ടാം ലൂസേഴ്സ് ഫൈനലിൽ രണ്ടാം ലൂസേഴ്സ് ഫൈനലിൽ ഒന്നാം ട്രാക്കിൽ ജവഹർ, രണ്ടാം ട്രാക്കിൽ വലിയ ദിവാഞ്ചി, മൂന്നാം ട്രാക്കിൽ സെന്റ് പയസ്, നാലാം ട്രാക്കിൽ ആനാരി കുതിക്കുന്നു എന്ന വാർത്ത. ആനാരി കുതിക്കുകയാണ്. ആനാരി കുതിക്കുന്നു എന്ന മത്സരം നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്ന അരുൺ രാജിലേക്ക് പോയല്ലോ. സലീം മാലിക്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്, പറയൂ. ആനാരി ആഞ്ഞടിക്കലാണോ സലീമേ? വിജയകുമാർ, ഈ രണ്ടാം ലൂസേഴ്സ് ഫൈനലിൽ ആനാരി ചുണ്ടൻ കുതിക്കുകയാണ്, മുന്നിലേക്കാണ് ഇപ്പോഴുള്ളത്. ആദ്യ ഹിറ്റ്സ് മത്സരത്തിലും ആനാരിയായിരുന്നു വിജയികളായത്. അതേ ഒരു ആവേശത്തിലാണ് ആനാരി ചുണ്ടൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷെ ഒപ്പത്തിനൊപ്പമാണ് മത്സരം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒന്നാം ട്രാക്കിലുള്ള ജവഹർ വിട്ടുകൊടുക്കുന്നില്ല. രണ്ടാം ട്രാക്കിൽ മത്സരിക്കുന്ന വലിയ ദിവാഞ്ചി ഒപ്പത്തിനൊപ്പം തന്നെയുണ്ട്. മൂന്നാം ട്രാക്കിലുള്ള സെന്റ് പയസും അതേ നിലയിൽ തന്നെയുണ്ട്. പക്ഷേ ഒരു പൊടിക്ക് ആനാരി ചുണ്ടനാണ് ഇപ്പോൾ മുന്നിൽ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ അതിലെ വിജയി ആര് എന്നുള്ള രണ്ടാം ലൂസേഴ്സ് ഫൈനലിലെ വിജയി ആരെന്നും നമുക്ക് അറിയാൻ കഴിയും. അതിന് തൊട്ടു പിന്നാലെ ലൂസേഴ്സ് ഫൈനൽ ഇപ്പോൾ അല്പസമയത്തിനകം അതിലേക്ക് ഓരോ ചുണ്ടൻ വള്ളങ്ങളെ ഇവിടെ ക്ഷണിക്കുകയാണ്. ഒന്നാം ട്രാക്കിൽ മേപ്പാടം ചുണ്ടനാണ്, രണ്ടാം ട്രാക്കിൽ തലവടി ചുണ്ടൻ എത്തുന്നു, മൂന്നാം ട്രാക്കിൽ ചമ്പക്കുളം ചുണ്ടൻ, നാലാം ട്രാക്കിൽ പായിപ്പാടൻ ചുണ്ടൻ. അങ്ങനെ ആവേശം അതിന്റെ ഏറ്റവും അവസാന നിമിഷത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ നമുക്ക് വിജയികൾ ആരെന്നറിയാം. ആ ആവേശം അതിന്റെ അല തല്ലുമ്പോൾ അത് ലൂസേഴ്സ് ഫൈനലിലേക്ക് എത്തുന്നു. ഒന്നാം ലൂസേഴ്സ് ഫൈനലിലേക്ക് അല്പസമയത്തിനകം ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഓരോ വള്ളങ്ങളായി എത്തുകയാണ്. ഒന്നാം ട്രാക്കിലേക്ക് മേപ്പാടം ചുണ്ടൻ ഇങ്ങനെ വരികയാണ്, തുഴഞ്ഞു വരികയാണ്. രണ്ടാം ട്രാക്കിലേക്ക് തലവടി ചുണ്ടൻ എത്തുന്നു നമുക്ക് കാണാൻ കഴിയും. മൂന്നാം ട്രാക്കിൽ ചമ്പക്കുളവും, നാലാം ട്രാക്കിലേക്ക് പായിപ്പാടും എത്തുന്നു. അപ്പോൾ രണ്ടാം ലൂസേഴ്സ് ഫൈനൽ അങ്ങനെ കുതിച്ചുകൊണ്ട് കൊല്ലത്തിന്റെ ആനാരി രണ്ടാം ലൂസേഴ്സ് ഫൈനലിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കടക്കുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലും അത് ഒരു ഇഞ്ചോടിഞ്ച് മത്സരം എന്ന് തന്നെ പറയാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ ആനാരി ചുണ്ടന് തന്നെ ആദ്യം ഫിനിഷ് ചെയ്യാൻ കഴിയുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആവേശം ഒട്ടും ചോരാതെയുള്ള തുഴച്ചിലാണ് ആനാരി ചുണ്ടൻ നടത്തുന്നത്. SKN വിജയകുമാർ, ഹാഷ്മി. വലിയ ദിവാഞ്ചി, മൂന്നാം ട്രാക്കിൽ സെന്റ് പയസ്, നാലാം ട്രാക്കിൽ ആനാരി. പ്രേക്ഷകരെ ഇതാ കാണുന്നു, കൺവെട്ടത്ത് തെളിയുന്നു, കണ്ണിന്റെ സീമയിലേക്ക് കടന്നു വരുന്നു ആനാരിതാ ഒറ്റ കുതിപ്പിൽ കയറി വരികയാണ് ആനാരി. ഇത് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലാണ്. ഇനിയൊരു ലൂസേഴ്സ് ഫൈനൽ, പിന്നൊരു ഫൈനൽ, ഇനിയൊരു ലൂസേഴ്സ് ഫൈനൽ, പിന്നൊരു ഫൈനൽ. തേർഡ് ലൂസേഴ്സ് ഫൈനലും സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലും ഇതാണ് മത്സരമെങ്കിൽ ഓർത്തു നോക്കണം. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട 4 ടീമുകൾ മാറ്റിവെക്കുന്ന ഏറ്റവും പ്രധാനം PBC ആവട്ടെ, നടുഭാഗമാവട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കരുത്തന്മാർ മാറ്റിവെക്കുന്ന ഫൈനലിൽ എന്താകും ആവേശം? എന്താണ് പുതിയ വിവരങ്ങൾ? ഒന്നാം ട്രാക്കിലെ ജവഹറാണോ, രണ്ടാം ട്രാക്കിലെ വലിയ ദിവാഞ്ചിയാണോ, മൂന്നിലെ സെന്റ് പയസ് ആണോ, നാലിലെ ആനാരിയാണോ? എന്താണ് വിഷ്ണു അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ചാണ് കാണുന്നത്. ജയകുമാർ, 1ഉം 2ഉം ട്രാക്കിലാണ് മത്സരം. ഒന്നാം ട്രാക്കിലെ ജവഹറും രണ്ടാം ട്രാക്കിലെ ദിവാഞ്ചിയും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ മൂന്നാം ട്രാക്കിലെ സെന്റ് പയസ് ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് സെന്റ് പയസ്, പുണ്യാളന്മാരുടെ വള്ളമായ സെന്റ് പയസ് മൂന്നാം ട്രാക്കിൽ കുതിച്ചു വരുന്നുണ്ട്. പക്ഷേ ഒപ്പത്തിനൊപ്പം ഒന്നാം ട്രാക്കിലെയും രണ്ടാം ട്രാക്കിലെയും മൂന്നാം ട്രാക്കിലെയും വെള്ളം, ഒന്നാം ട്രാക്കിലെയും രണ്ടാം ട്രാക്കിലെയും നാലാം ട്രാക്കിലെയും വെള്ളങ്ങൾ തമ്മിലാണ് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ പോരാട്ടം. രണ്ടാം ട്രാക്കിലെ വലിയ ദിവാഞ്ചി ഒരല്പം മുൻപിലാണ്. മൂന്നാം ട്രാക്കിൽ സെന്റ് പയസ് അവരെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നാലാം ട്രാക്കിൽ ജീസസ് സ്പോർട്സ് ക്ലബിന്റെ ആനാരി. അങ്ങനെ ഈ 4 വള്ളങ്ങൾ തമ്മിൽ ശക്തമായ പോരാട്ടം. ഒരല്പം മുൻപിൽ വലിയ ദിവാഞ്ചി തന്നെയാണ്. വള്ളപ്പാടുകളുടെ മുൻതൂക്കം വലിയ ദിവാഞ്ചിക്കുണ്ട്. ഇനി ഏകദേശം 500 മീറ്റർ മാത്രം ദൂരമാണ്. ആ 500 മീറ്ററും കൂടി ഇതേപോലെ കട്ടക്ക് പിടിച്ചാൽ ജവഹർ സായങ്കരി വലിയ ദിവാഞ്ചിക്ക് ഈ ലൂസേഴ്സ് ഫൈനൽ വിജയം കൊയ്യാനാകും. വലിയ ദിവാഞ്ചി തന്നെ വിജയിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നു. കാരണം ശക്തമായ പോരാട്ടം. വലിയ ദിവാഞ്ചി വരുന്നു. ഒരു വള്ളപ്പാടിന്റെ പിന്നിലാണ് മൂന്നാം ട്രാക്കിലെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ വലിയ ദിവാഞ്ചിയാണ് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ. ഒന്നാമത് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ വലിയ ദിവാഞ്ചിയാണ് സെക്കൻഡ് ലൂസേഴ്സ് ഫൈനലിൽ ഒന്നാം സ്ഥാനത്ത്. അതിന്റെ
അതിന്റെ അണിയറ പ്രവർത്തകരാണ് ഇവർ. ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് വലിയ ആവേശത്തിലാണ്. അവരുടെ സ്വന്തം വള്ളം ഇനി ലൂസേഴ്സ് ഫൈനലാണെങ്കിൽ കൂടിയും ജയിക്കുമ്പോൾ ചെറുതല്ലാത്ത വല്ല ആവേശം. ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ വലിയ ദിവാൻജി ലൂസേഴ്സ് ഫൈനലിന്റെ രണ്ടാം ലൂസേഴ്സിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു. അത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. തുഴപ്പാടുകൾക്ക് വ്യത്യാസത്തിലാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിന്റെ CBSയുടെ വലിയ ദിവാൻജി രണ്ടാം ലൂസേഴ്സ് ഫൈനലിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ലൂസേഴ്സ് ഫൈനൽ ഒന്നാം ട്രാക്കിൽ മേപ്പാടമാണ്, രണ്ടാം ട്രാക്കിൽ തലവടി, മൂന്നാം ട്രാക്കിൽ ചമ്പക്കുളം, നാലാം ട്രാക്കിൽ പായിപ്പാട്, ഒന്നാം ട്രാക്കിൽ മേപ്പാടം, രണ്ടാം ട്രാക്കിൽ തലവടി, മൂന്നാം ട്രാക്കിൽ ചമ്പക്കുളം, നാലാം ട്രാക്കിൽ പായിപ്പാട്. ലൂസേഴ്സ് ഫൈനൽ. നിർഭാഗ്യം കൊണ്ട് കപ്പ് നഷ്ടപ്പെട്ട 4 ടീമുകളുടെ ഫൈനൽ പ്രവേശനം നഷ്ടപ്പെട്ട 4 ടീമുകളുടെ പോരാട്ടമാണ് ലൂസേഴ്സ് ഫൈനലിന് കളമൊരുങ്ങുന്നത്.